ലോകം കണ്ട തീവ്രവാദികൾക്കെല്ലാം മയ്യത്ത് നിസ്കരിക്കുന്ന നാടായി കേരളം മാറിയെന്ന് സ്വതന്ത്ര ചിന്തകനും എക്സ് മുസ്ലിമുമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവത്ത്. മതവിമർശനം നടത്തുന്നതിന്റെ പേരിൽ വലിയ ഭീഷണി നേരിടുന്നു. കലിമ ചൊല്ലിച്ച് തലവെട്ടുമ്പോൾ അതിനെപ്പോലും പിന്തുണയ്ക്കുന്നവർ കേരളത്തിലുണ്ട്. മതം വിട്ടവനെ കൊല്ലണമെന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൊയ കോളിംഗ് എന്ന യൂട്യൂബ് പ്രോഗ്രാമിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു ആരിഫ് ഹുസൈൻ. യഹിയ സിന്ധുവിന് വേണ്ടിയിട്ട് ഈ അടുത്ത് വരെ മയ്യിത്ത് നിസ്കരിക്കുന്നത് നമ്മൾ കണ്ടു. പാഷ അൽ ഉമ്മ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ നേതാവ്, അയാൾ മരണപ്പെട്ടപ്പോഴും ഇവിടെ വലിയ ജനാസയാണ് നമ്മളിവിടെ കൊണ്ടാടിയത്. യാക്കൂബ് മേമന് വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കാരം. ഇങ്ങനെ ലോകം കണ്ട തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടെല്ലാം തന്നെ മയ്യിത്ത് നിസ്കരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഭീകരവാദികൾക്കെതിരെ അതിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനലായ കൊയ കോളിംഗിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട്, വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. കെ പി എക്സ് മുസ്ലിമും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ യൂട്യൂബ് ചാനലിലെ പരിപാടിയായിട്ടുള്ള കോയ കോളിംഗിൻ്റെ വാർഷികാഘോഷമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. ഈ ആഘോഷ പരിപാടിക്കിടെയാണ് ഈ ആരിഫ് ഹുസൈൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ മതം വിട്ടവരെ കൊല്ലണമെന്ന ആഹ്വാനം അത് മദ്രസകളിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മദ്രസകളിൽ മതം പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു ആശയമാണ് പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും ചർച്ച ചെയ്തത്. അതിൽ പറയുന്നത്, ഈ തീവ്രവാദികളെ, ലോകം കണ്ട തീവ്രവാദികൾക്കൊക്കെ മയ്യത്ത് നിസ്കാരം ഒരുക്കുന്നതിലേക്ക് കേരളം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു പ്രസ്താവന നടത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, കൃത്യമായി ഏത് പള്ളിയിൽ, കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മയ്യത്ത് നിസ്കാരങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ആ സ്ഥലത്തിന്റെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്തുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ കലിമ ചൊല്ലി ഈ ആളുകളെ കൊന്ന സമയത്ത് പോലും അതിനെ പോലും ന്യായീകരിക്കുന്ന ആളുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ ഈ കോയ കോളിംഗ് എന്ന് പറയുന്ന പരിപാടിയുടെ വാർഷികാഘോഷത്തിനിടെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് തന്നെ, ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ കോയ കോളിംഗ് എന്ന പരിപാടി വലിയ രീതിയിൽ സമൂഹം അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ച ചെയ്ത ഒരു പരിപാടിയാണ്. ഇസ്ലാം മത വിശ്വാസികൾ ആണ് ഈ പരിപാടിയിൽ പ്രധാനമായും വിളിക്കുന്നത്. ഇവർക്കുള്ള മറുപടിയും ഈ വിശ്വാസപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ് ഈ പരിപാടിയിൽ, ഈ കോയ കോളിംഗ് പരിപാടിയിൽ ആരിഫ് ഹുസൈൻ ചർച്ച ചെയ്യുന്നത്. ഒരു വിഭാഗത്ത് ആരിഫ് ഹുസൈനെ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത് മലപ്പുറത്തായിരുന്നു. അവിടെ നിന്ന് ഈ ഭീഷണി ഉയർന്നതിനെ തുടർന്നാണ് കോഴിക്കോടേക്ക് പരിപാടി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ പരിപാടി നടക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സംവാദങ്ങളും നടക്കുന്നുണ്ട്. കെ പി കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.